ഹായ് എവരിയോൺ, എല്ലാവർക്കും സുഖാണോ? ഞാൻ 2-3 ദിവസമായിട്ട് സീമ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ കാർത്തികയൊക്കെ ആയിട്ട് അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സീമ ചേച്ചിക്ക് ബോംബെയിൽ വേറൊരു പ്രോഗ്രാമിന് വേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ എർലി മോർണിംഗ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഒരു 5-5:30. അപ്പോൾ 6:30 ഫ്ലൈറ്റിനാണ് ചേച്ചിക്ക് പോകേണ്ടിരുന്നത്. അപ്പോൾ ഈ ചേച്ചി എയർപോർട്ടിൽ വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്നപ്പോൾ ആണെങ്കിലോ ഒടുക്കത്തെ വിശപ്പും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് പോരാറ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലിങ്കിറ്റിൽ ഗോതമ്പ് ബ്രെഡിന് ഓർഡർ ചെയ്ത് ഞാൻ, അതായത് പെട്ടെന്ന് വിശപ്പിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മൈദ ബ്രെഡല്ലോ കേട്ടോ, ഗോതമ്പ് ബ്രെഡ്. ഞാൻ മൈദ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൈദയിൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞാൻ ഗോതമ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മൈദ ഞാൻ മേടിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഡ്രസ്സ് ഇത് സാരിയൊക്കെ സ്റ്റാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കോട്ടൺ ഡ്രസ്സൊക്കെ സ്റ്റാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ മേടിക്കും. അല്ലാണ്ട് ഞാൻ പലഹാരമോ ദോശയോ ഒന്നും മൈദയിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുന്ന ടൈമിലോ രാവിലെ പെട്ടെന്ന് ടൈം കിട്ടിയില്ലെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ പലഹാരമായിരുന്നു. ഇപ്പം ഞാനത് എനിക്ക് വിശന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ബ്രെഡും വേണം, അതിൻ്റെ കൂടെ മുട്ടയും വേണം. ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ പലർക്കും ഇത് അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും പോരെ എൻ്റെ കൂടെ. ഒരു കുഞ്ഞ് സവാള കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരുകുരുന്ന് കട്ട് ചെയ്യാം. സവാള നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇടാം കേട്ടോ. എനിക്ക് സവാള ഇഷ്ടമാണ്, അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നതേ ഉള്ളൂ. ഇത്രയും അളവ് വേണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് വേണമെന്നില്ല കേട്ടോ, അവർക്ക് എരിവ് ഇഷ്ടപ്പെടില്ല. പച്ചമുളക് വേണമെന്നില്ല. അപ്പോൾ പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ തക്കാളി. എൻ്റെ തക്കാളി എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ തക്കാളി ഒന്നും ഇല്ല, ഞാൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, മേടിക്കണം. അത് കാരണം തക്കാളി ഇല്ല. പിന്നെ ഇത് 2 മുട്ട. ഇനി നമുക്ക് ഈ ബ്രെഡിനെ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതേമാതിരി കുരുന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് തൂവുക. വേണിയിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഈ മുട്ടയിലേക്ക് എടുത്തിട്ട് കൊടുക്കുക. മുട്ട അധികം മുരിണതിന് മുന്നേ ഇട്ട് കൊടുക്കണം. ആ മുട്ട ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. എന്നിട്ട് മുട്ടയും ബ്രെഡും കൂടെ നന്നായിട്ട് ഈ ചീനച്ചട്ടിയിൽ ഇളക്കി മുരിച്ച് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. മൈദ ബ്രെഡിനായിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇതാട്ടോ ബെസ്റ്റ്.